ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഹൈപ്പോക്ലോറിസ് ആസിഡിനെ പറ്റിയിട്ടാണ്. അധികം ആരും കേട്ടിട്ടുണ്ടായില്ല, പക്ഷെ നമ്മുടെ സ്കിൻ കെയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആസിഡ്സിൽ ഒന്നാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മുഖക്കുരു ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ എന്താണ് ഹൈപ്പോക്ലോറിസ് ആസിഡ്, ബോഡിയിൽ ഇത് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്, സ്കിൻ കെയറിൽ ഇത് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. വീഡിയോയിലോട്ട് എടുക്കാം. ഹൈപ്പോക്ലോറിസ് ആസിഡ് ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന ആസിഡ് ആണ്. അതായത് നമുക്കുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലേ, ന്യൂട്രോഫില്, ബേസ്ഫിൽ അങ്ങനെയൊക്കെ പറയുന്ന സാധനമില്ലേ, ഇവര് നമ്മുടെ ബോഡിയെ പുറത്തുനിന്നുള്ള ബാക്ടീരിയാസ്, വൈറസ് അതിൽ നിന്നൊക്കെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രോഫിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂൺ വർക്കായിട്ട് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആസിഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. അപ്പൊ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മുടെ സ്കിൻ കെയറിലോട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായാലും. പക്ഷെ ഇത് ഓരോ രീതിയിൽ ഇപ്പൊ നമുക്ക് ആക്നെ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിനൊക്കെ പറ്റി നോക്കാം. പക്ഷെ എപ്പോഴും മനസ്സിലാക്കാം ഹൈപ്പോക്ലോറസ് ആസിഡ് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ്. വൂണ്ട് ഹീലിംഗിനൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഫസ്റ്റ് ഹൈപ്പോക്ലോറസ് ആസിഡ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ തുടങ്ങിയത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിലൊക്കെ തന്നെ നമ്മുടെ സർജറിയുടെ ഒക്കെ ഭാഗം, ഡെർമറ്റോളജി അല്ല മൊത്തത്തിൽ സർജറിയുടെ ഒക്കെ ഭാഗമായിട്ട് ആന്റിസെപ്റ്റിക് ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഹൈപ്പോക്ലോറസ് ആസിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മെഡിക്കൽ ഫീൽഡിലോട്ട്. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ചില സമയത്ത് നമുക്കിപ്പോ എന്താ പറയുക ഡയബറ്റിക് വൂണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൂണ്ട് ഉണ്ട്, ചില സമയങ്ങളിൽ നമുക്ക് ഈ ചില ആൾക്കാർക്ക് ഈ ചില ആന്റിസെപ്റ്റിക്സ് പറ്റത്തില്ല, അലർജിക് ആയിട്ട് മാറും, പ്രത്യേകിച്ച് ഹൈപ്പർ അലർജിക് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യും, കാരണം ഇത് മിനിമൽ അലർജിക് ആയിട്ടുള്ള സാധനമാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ നമുക്ക് നമ്മളിപ്പോ പഠിക്കുമ്പോൾ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉണ്ടാക്കും, നമ്മുടെ ചില ആന്റിസെപ്റ്റിക് ആയിട്ട് ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ ഒരുപാടുള്ള ഓർഗാനിസത്തിന്റെയും റെസിസ്റ്റൻസ്, അതായത് ചില ആന്റിസെപ്റ്റിക്സ് നമ്മൾ കുറെ കാലം യൂസ് ചെയ്യും, ഈ ഓർഗാനിസം അതിന് റെസിസ്റ്റൻസ് തനിയെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഹൈപ്പോക്ലോറസ് ആസിഡ് ആകുമ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് തടയുകയും ഭൂരിഭാഗം റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിനെ കൊല്ലുകയും ചെയ്യും. മൂന്നാമത്തെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ വുണ്ടിന്റെ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഇത് നമ്മളിപ്പോ കുറച്ച് ആന്റിസെപ്റ്റിക്കുകൾ നമ്മളത് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാക്ടീരിയ കില്ലിയും, പക്ഷെ നമ്മുടെ വൂണ്ട് ഹീലിംഗ്, അതായത് നമ്മുടെ മുറിവ് ഉണങ്ങുന്നത് ഡിലേ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഹൈപ്പോക്ലോറസ് ആസിഡ് ആ ഒരു ഡിലേ തടയത്തില്ല, കാരണം അവർ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വൂണ്ട് ഹീലിംഗ് ഒരിക്കലും സ്ലോ ആവാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടർ ഹൈപ്പോക്ലോറസ് ആസിഡിന് ഉണ്ട്. അടുത്ത നാലാമത്തേന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സർജറിയുടെ സമയത്ത് ഉണ്ടാവുന്ന വൂണ്ടുകൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഡെർമറ്റോളജി ബേസ് ചെയ്തിട്ടുള്ള സർജറിയുടെ സമയത്തൊക്കെ നമ്മൾ ഹൈപ്പോക്ലോറസ് ആസിഡ് നന്നായിട്ട് യൂസ് ചെയ്യും. അടുത്ത അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൂണ്ട് ഹീലിംഗിന്റെ അവിടെ എത്തുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് ചുറ്റും ഒക്കെ നമുക്ക് കുറെ ആന്റിസെപ്റ്റിക്കുകൾ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരും. ഇപ്പൊ നമ്മൾ സ്കിൻ കെയർ ആയാലും ഏതായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കണ്ണിന്റെ ചുറ്റും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങോട്ട് പോവരുത്. പക്ഷേ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് അങ്ങനെ ഒരു ഇറിറ്റേഷൻസ് നമ്മുടെ ഐക്കോ ഇയേഴ്സിനോ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ഏരിയകളിൽ യൂസ് ചെയ്യാനും ഹൈപ്പോക്ലോറസ് ആസിഡ് സേഫ് ആയിട്ടുള്ള സാധനമാണ്. ഇനി നമ്മുടെ സ്കിൻ കെയർ എങ്ങനെയാണ് ഹൈപ്പോക്ലോറസ് ആസിഡ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഹൈപ്പോക്ലോറസ് ആസിഡ് ഫസ്റ്റ് ഇങ്ങനെ സാധനം ഉണ്ട് സ്കിൻ കെയർ അല്ലാണ്ട് ഉണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മുടെ സ്കിൻ കെയറിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കൊറോണ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥിരം മാസ്ക് ഇടാനായിട്ട് തുടങ്ങിയില്ല. മാസ്ക് ഇടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് പേർക്കും അഫക്ട് ചെയ്തൊരു പ്രശ്നമാണ് നമ്മുടെ മൗത്തിന് ചുറ്റും മൂക്കുരു വരാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു സാധനം വേണം. ആ സമയത്താണ് ഞാൻ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഫസ്റ്റ് എന്റെ റിസർച്ച് ഏരിയയിലോട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് എത്തുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ നാട്ടിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ബേസ് ചെയ്തിട്ട് ഒരു സ്പ്രേ പോലും ഇല്ലായിരുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡ് കൂടുതലല്ല എപ്പോഴും സ്പ്രേ ബോട്ടിലാണ് അവൈലബിൾ ആവുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ മാസ്ക് ഇടുന്ന ആൾക്കാർക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ നമുക്കൊരു മൂക്കുരു വരത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് മൂക്കുരു ഉണ്ട്, പക്ഷെ നിങ്ങൾ ഒരുപാട് ഹ്യൂമിഡ് ഏരിയാസിലാണ് നിൽക്കുന്നത്, നിങ്ങൾ വിയർക്കുന്നുണ്ട്, നിങ്ങൾ മുഖം കഴുകാനും വയ്യ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി സാലിസിലിക് ആസിഡോ അതും ഇതൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇട്ടത് കാരണം നിങ്ങൾക്ക് ഓൾറെഡി മുഖം കഴുകാനും വയ്യ. ഇനി കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആവത്തില്ലേ, ഇനിയിപ്പം ഈ ഹ്യൂമിഡിറ്റി കാരണം കഴുകിയും കളഞ്ഞ് ഇനിയിപ്പം ഞാൻ രാത്രി വരെ വെയിറ്റ് ചെയ്യണോ, സ്കിൻ കെയർ ചെയ്യണം, അത് ഇപ്പൊ തന്നെ ഞാൻ ചെയ്യട്ടെ, അങ്ങനെയൊക്കെ നമ്മളുടെ കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ നമ്മുടെ ബാക്ടീരിയാസിനെ ഇത് കൊല്ലും എന്നുള്ളത് ഒരു ഫാക്ടർ. ഇത് നമ്മുടെ ഓൾറെഡി നമ്മൾ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മറ്റുള്ള ഡെബ്രീസുമായിട്ട് ഇത് കോണ്ടാക്ട് ചെയ്ത് ചെന്നത് കൊണ്ട് ഇപ്പൊ ഓൾറെഡി അഴുക്കൊക്കെ ഇരിക്കുന്നു. ആ അഴുക്കിൽ നമ്മൾ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ അഴുക്കും ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് വന്നതിന്റെ ആ ഒരു ഹെവിനെസ് അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ആകുമ്പോൾ ഇത് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു
ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവാനും പോകില്ല, പക്ഷെ നമ്മുടെ ബാക്ടീരിയാസിനെ കൊല്ലുകയും ചെയ്യും. അപ്പൊ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ബാക്ടീരിയൽ മൂക്കുരുള്ള ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് സാലിസിലിക് ആസിഡിനേക്കാളും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഞാൻ പിന്നെ ടീനേജേഴ്സിന്റെ സമയത്ത് നമ്മൾ ഈ ഹെയർ ബാൻഡ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കുരു വരത്തില്ലേ, അത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോലെ ഹെൽമെറ്റ്, ക്യാപ്പ്, ടൈറ്റ് ആയിട്ട് ക്യാപ്പ് ഇടുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെ നിങ്ങളോട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞു. കാര്യം ഹൈപ്പോക്ലോറസ് ആസിഡിനെ പറ്റി ഞാൻ പറഞ്ഞാലും എനിക്ക് നിങ്ങൾക്ക് ഇപ്പം അതിന്റെ ഇതിങ്ങനെ സാധനം ഉണ്ട്, പക്ഷെ ഇത് എവിടെ കിട്ടും എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ഓക്കെ ഫൈൻ, ഈ സാലിസിലിക് ആസിഡ് നിങ്ങൾ യൂസ് ചെയ്ത്. ഇപ്പൊ ഞാൻ ഹൈപ്പോക്ലോറസ് ആസിഡിനെ പറ്റി പറയാൻ കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ കുറച്ച് ഇങ്ങും ആയിട്ടൊക്കെ ചെറുതായിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സാധനം ഉണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് തപ്പിയെടുത്താൽ നമുക്ക് കണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും നോക്കുമ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ ഒരു സ്പ്രേയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഇത് യൂസ് ചെയ്ത് നമുക്ക് മാറുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞു തരുന്നത്. മേ ബി ഇതിപ്പോ ഭൂരിഭാഗം ആൾക്കാർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ സ്പ്രേയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയന്റിനെ പറ്റിയിട്ട് സ്കിൻ കെയറിൽ കേക്ക് ഉണ്ടാവും. ഒരുപാട് രീതിയിലോട്ട് ഞാൻ പറയാം അങ്ങോട്ട് ഡീപ്പായിട്ട് നമ്മുടെ ഈ ഇൻഗ്രീഡിയന്റ് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഫാക്ടറാണ്. പക്ഷേ ട്രസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ഹ്യൂമിഡ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ള മൂക്കുരു മാറ്റാൻ ഏറ്റവും നല്ലൊരു സാധനം, ഏറ്റവും കോമ്പാക്ട് ആയിട്ടുള്ള സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഇത് എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു പോലെ. രണ്ട്, ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് നിങ്ങൾക്കുള്ള മൂക്കുരു വന്നിട്ടില്ലെങ്കിൽ, അതല്ല നിങ്ങൾക്ക് വിയർപ്പ് കാരണം നിങ്ങൾക്ക് ഓപ്പൺ വോസ് ഒക്കെ നിങ്ങൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സ്കിൻ കെയറിലല്ല, നമ്മൾ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡും നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിപ്പോ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റിക് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്തില്ല, അതുപോലെ മൂക്കുരുവിന് നമുക്ക് സ്റ്റിക് സൺസ്ക്രീൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഹൈപ്പോക്ലോറസ് ആസിഡ് അടുത്ത യൂസ് ചെയ്യുന്ന എക്സിമയുള്ള ആൾക്കാർക്കാണ്, അതായത് ചൊറിച്ചിലുള്ള ആൾക്കാർക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോക്ലോറസ് ആസിഡ് നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി, നേരത്തെ പറഞ്ഞ ബാക്ടീരിയ കൊല്ലാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ചൊറിച്ചിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകത്തില്ലേ, അത് മാറാനായിട്ട് നമുക്ക് ഇതിന്റെ സ്പ്രേ യൂസ് ചെയ്യാം. മാത്രമല്ല ഇത് നമ്മൾ ഇപ്പൊ ചൊറിച്ചിലുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ ആ സ്ഥലത്ത് ചൊറിച്ചിൽ പോകാനായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ക്ലെൻസറോ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇറിറ്റേഷൻസ്, ഇച്ച്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഇത് യൂസ് ചെയ്ത് ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇറിറ്റേഷൻസും ഇച്ചിരസും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവത്തില്ല. അത് മാത്രമല്ല എക്സിമ ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് ചില സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ക്രീം ഒക്കെ യൂസ് ചെയ്യുന്ന മറ്റുള്ള സാധനങ്ങൾ കൂടെ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരും. പക്ഷെ ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ സിറ്റുവേഷൻസിൽ അതില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റിറോയിഡ്സ് ക്രീമിനോ അല്ലെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏതൊരു ക്രീമിന്റെയോ അണ്ടറിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇൻഫ്ലമേഷൻ തടയുകയും ചെയ്യും. പിന്നെ എക്സിമ ഉള്ള ആൾക്കാർക്ക് അറിയാം, നിങ്ങൾക്ക് ഈ ചൊറിച്ചിൽ കാരണം നമുക്ക് ആ ഭാഗത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ കോൺസെൻട്രേഷൻസ് വന്നു വരും. അതിനെ നമുക്ക് മാറ്റാനായിട്ട് നമ്മൾ കൂടുതലും ആൽക്കഹോളിക് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് സ്പ്രേ ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇറിറ്റേഷൻസ് ഉണ്ടാവും, ഈ ഓർഗാനിസത്തിനെ കൊല്ലാനുള്ള സാധനങ്ങൾ നമ്മൾ അടിക്കും. പക്ഷെ ഹൈപ്പോക്ലോറസ് ആസിഡ് ആന്റിസെപ്റ്റിക് ആയതുകൊണ്ട് ഇത് അവിടെ ആക്ട് ചെയ്യുകയും ചെയ്യും, ഓർഗാനിസത്തിനെ കൊല്ലുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അത് മാത്രമല്ല ഇതൊരു ആന്റിസെപ്റ്റിക് ആണ്. അത് കാരണം തന്നെ ഒരു ഹൈഡ്രേഷനും നമുക്ക് തരും. നമ്മുടെ മറ്റുള്ള സാധനമായിട്ട് ഇത് കോൺട്രഡിക്റ്റ് ഒന്നും ചെയ്യാൻ പോകില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകാർക്കും ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്ത ബെനിഫിറ്റ് ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ ഹാൻഡ് സാനിറ്റൈസർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഹാൻഡ് സാനിറ്റൈസർ, പ്രത്യേകിച്ചും ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, ഇറിറ്റേഷൻസും ഡ്രൈനെസ്സും ഒക്കെ ഫീൽ ചെയ്യും. കാരണം മൾട്ടിപ്പിൾ ടൈംസ് ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് അങ്ങനെ മൾട്ടിപ്പിൾ ടൈം ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ മാത്രമല്ല നമ്മളിപ്പോ കയ്യിൽ ഒരു മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാനിറ്റൈസർ അടിക്കുമ്പോൾ നമുക്കറിയാം നല്ല ഇറിറ്റേഷൻ ഇതൊക്കെ വരത്തില്ലേ. ഹൈപ്പോക്ലോറസ് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സാനിറ്റൈസർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനായിട്ട് പോണില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കൊറോണ സമയത്താണ് ഹൈപ്പോക്ലോറസ് ആസിഡിനെ പറ്റി ഫസ്റ്റ് തപ്പിയെടുക്കുന്നത്. ആ സമയത്ത് ഭയങ്കര ന്യൂസ് ഔട്ട് ബ്രേക്ക് വന്നതെന്ന് വെച്ചാൽ കൊറോണയൊക്കെ ഇല്ലാൻ വരെ ഹൈപ്പോക്ലോറസ് ആസിഡ് പറ്റുമെന്നായിരുന്നു. അതൊന്നും പറ്റത്തില്ല, അത് വേറെ ഫാക്ടർ. പക്ഷേ അല്ലാണ്ട് നമ്മൾ ആ സമയത്ത് സാനിറ്റൈസേഷന് വേണ്ടിയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വൺ ഓഫ് ദി ഡോക്ടേഴ്സിന്റെ അണ്ടറിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തൊരു സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇന്ത്യയിലല്ല, ഞാൻ പുറത്തെ കാര്യമാണ് പറയുന്നത്. കാരണം ഇന്ത്യയിൽ ഞാൻ തപ്പിയെടുത്തതിൽ എനിക്ക് മൂന്ന് ബ്രാൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡുള്ള സ്പ്രേ കിട്ടിയിട്ടുള്ളൂ. അതിന് ഏതാണെന്ന് തപ്പി അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്തായാലും അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ സാനിറ്റൈസർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. കാരണം സാനിറ്റൈസർ ഓവർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഓവർ യൂസ് അല്ല മൾട്ടിപ്പിൾ ടൈംസ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഹാൻഡ് വാഷ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഹാൻഡ് ഡ്രൈനെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യാം. അതല്ലാണ്ട് പിന്നെ സൈഡ് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ബോട്ടിൽ മൾട്ടിപ്പിൾ ടൈം ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് പുറത്തൊക്കെ നമ്മൾ ഒരുപാട് തവണ
തൊടുമല്ലോ, ആ തൊടുന്ന കൈ കൊണ്ട് നമ്മൾ മുഖത്ത് തൊടും. അതുകൊണ്ട് തന്നെ ഈ സാധനം അത്ര ക്ലീൻ ആയിട്ടിരിക്കത്തില്ല. അത് കാരണം നമുക്ക് നമ്മുടെ മുഖത്ത് കുരു വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം നമ്മൾ ഇരിക്കുന്ന ബാക്ടീരിയ ഓൾറെഡി നമ്മുടെ മുഖത്ത് തൊടുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയത്തില്ല ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ആ ബോട്ടിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാനും നമുക്ക് പറ്റിയൊരു സാധനമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. അപ്പോൾ ഒരുവിധം ബെനിഫിറ്റ്സുകളെല്ലാം പറഞ്ഞല്ലേ. ഇനി 3 റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ദ കെമിസ്റ്റ് കമ്പനിയുടെ ഹൈപ്പോക്ലോറസ് ആസിഡ്. 2, സോൾട്ട് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ SOS ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ഉണ്ട്. അത് അടുത്ത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മോളിക്യൂൾ 56 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, അവരുടെ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ. ഇത് 3ഉം ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസ് ആണ്. സ്പ്രേ ആയിട്ടാണ് ഇത് കൂടുതലായിട്ടും കിട്ടുന്നത്. അപ്പൊ ഇത് 3ഉം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേറൊരു ബെനിഫിറ്റും കൂടി ഉണ്ട് ഹൈപ്പോക്ലോറസ് ആസിഡിന്. ഞാൻ നേരത്തെ പണ്ട് ഷോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പാർട്ട്നേഴ്സിന്റെ ബിയേർഡ് കാരണം നമുക്ക് ചിലപ്പോൾ മറ്റേ പാർട്ട്ണറിന് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ, ഒന്ന് നമുക്കത് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ചെയ്യാം, എന്നിട്ട് അവരെ പിടിച്ചെടുത്തിട്ട് അവരുടെ ബിയേർഡിലും കൂടെ ഒന്ന് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. അവർ സ്കിൻ കെയറിന്റെ കൂടെ അവർക്ക് ഹൈപ്പോക്ലോറസ് ആസിഡും കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് നമ്മൾ ആന്റി ഓക്സിഡൻസിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ കൂടെ യൂസ് ചെയ്യും, പക്ഷെ നമ്മൾ ആന്റി ഓക്സിഡന്റ് പ്രത്യേകിച്ച് വിറ്റാമിൻ സി അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഒന്നാമത്തെ റീസൺ എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം വിറ്റാമിൻ സി ഒട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് അല്ല. നമ്മൾ എന്ത് വിറ്റാമിൻ സിയിലൂടെ ചേർത്താലും അത് അപ്പം ഓക്സിഡൈസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ട് മാത്രം നമുക്ക് വിറ്റാമിൻ സിയുടെ കൂടെ ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യും? വിറ്റാമിൻ സി യൂസ് ചെയ്ത് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നമ്മൾ അതിന് ശേഷം നമുക്ക് ഫേസ് മിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യും. പിന്നെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് മൊത്തം ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി ടൈം പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി സ്കിൻ കെയർ ചെയ്യുന്നതാണ് തെറ്റില്ല. അപ്പൊ ഇതൊരു ഫേസ് മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും, നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ 3 റെക്കമെൻഡേഷൻസ് പറഞ്ഞു, ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് ഹൈപ്പോക്ലോറസ് ആസിഡിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ. ഞാൻ സാധാരണ ചെയ്യുന്ന വലിയ ലോങ് ലെങ്ത് വീഡിയോക്കാളും ഇത് വളരെ ചെറുതാണ് എനിക്കറിയാം. പക്ഷെ ഈ ഒരു ഇൻഗ്രീഡിയന്റിനെ പറ്റിയിട്ട് അധികം പറഞ്ഞു കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സർക്കിളിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് Q&A ചെയ്യാത്ത ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിൽ ഞാൻ വരും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.